ഹായ് മക്കളെ, നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ഫങ്ഷൻസ് എന്നുള്ള ടോപ്പിക്കിലെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ടൈപ്സ് ഓഫ് ഫങ്ഷൻ വിത്ത് കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് നമുക്ക് ആദ്യം ഏതൊക്കെയാ നോക്കാം. ഓക്കെ, മെയിൻലി നമുക്ക് രണ്ടുപേരാണ്, മെയിൻലി അല്ല, ആകെ രണ്ടുപേരേ ഉള്ളൂ. നമ്പർ 1 ഈസ് 1 ഓൾസോ നോൺ ആസ് ഇൻജക്റ്റീവ്. ഓക്കെ, ഓൾസോ നോൺ ആസ് ഇൻജക്റ്റീവ്. ആ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം 1 ഇൻജക്റ്റീവ് എന്നും രണ്ടും ഒരുമിച്ച് ഒരേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടക്കം പറയാറുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും പഠിച്ചിരിക്കണം. നൗ നെക്സ്റ്റ് ഈസ് ഓൺ ടു. ഓൺ ടുവിന്റെ പേരെന്താ? സർജക്റ്റീവ്. ഓക്കെ, സർജക്റ്റീവ്. ഇനി 1 ആൻഡ് ഓൺ ടു രണ്ടും ഒരുമിച്ച് ഒബേ ചെയ്താൽ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ്. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ വാട്ട് യു മീൻ ബൈ 1 എന്ന് പറയാം. ഒരു ഫംഗ്ഷനിലേക്ക് എക്സിന്റെ സ്ഥലത്തേക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുന്നു, എഫ് ഓഫ് x1. അതേ ഫംഗ്ഷനിലേക്ക് നമ്മൾ എക്സിന് ഒരു വാല്യൂ കൂടി ഇട്ട് കൊടുക്കുന്നു, x2 വിൽ ഗെറ്റ് എഫ് ഓഫ് x2. അപ്പോൾ x1 കൊടുക്കുന്നു, എഫ് ഓഫ് x1 കിട്ടുന്നു, x2 കൊടുക്കുന്നു, എഫ് ഓഫ് x2 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ x1 കൊടുത്തപ്പോൾ കിട്ടുന്ന എഫ് ഓഫ് x1ഉം x2 കൊടുക്കുമ്പോൾ കിട്ടുന്ന എഫ് ഓഫ് x2ഉം ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഈക്വൽ ആവാം. ഓൺലി ഈഫ്, എപ്പോൾ മാത്രം നമ്മൾ കൊടുത്ത x1ഉം x2ഉം ഈക്വൽ ആകുമ്പോൾ മാത്രം. അപ്പോൾ x1 തന്നെ ആയിരിക്കണം x2ഉം. അങ്ങനെയാണെങ്കിൽ മാത്രമേ x1 കൊടുത്താൽ കിട്ടുന്ന എഫ് ഓഫ് x1ഉം x2 കൊടുത്താൽ കിട്ടുന്ന എഫ് ഓഫ് x2ഉം സെയിം ആകാൻ പാടുള്ളൂ. അപ്പൊ എപ്പോഴാ മക്കളെ 1 തെറ്റി എന്ന് പറയാ? 1 തെറ്റി എന്ന് പറയാ x1ഉം x2ഉം ഈക്വൽ അല്ല. പക്ഷേ x1 കൊടുത്തപ്പോഴും x2 കൊടുത്തപ്പോഴും ഒരേ ആൻസർ വരുന്നു. അപ്പൊ 1 തെറ്റി. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇത് തെറ്റിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ തെറ്റിക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാം? x1 ആയിട്ടും x2 ആയിട്ടും വേറെ വേറെ ആൾക്കാരെ തീരുമാനിക്കുക. എന്നിട്ട് എക്സിന് ഇട്ട് കൊടുത്തിട്ട് ഒരേ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ തെറ്റി. ഇനി അങ്ങനെ തെറ്റിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് ജനറലി നമ്മൾ എഴുതി പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അത് നമുക്ക് എക്സാമ്പിൾ ഇപ്പൊ കാണിച്ചു തരാം. റെഡി? നെക്സ്റ്റ്, എങ്ങനെ മക്കളെ ഓൺ ടു ചെക്ക് ചെയ്യുക? ഓൺ ടു എന്ന് പറഞ്ഞാൽ റേഞ്ച് ഈക്വൽ ടു കോഡൊമെയിൻ ആയിരിക്കണം. റേഞ്ച് കാണാൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ റേഞ്ച് ഈക്വൽ ടു കോഡൊമെയിൻ ആണെങ്കിൽ നമുക്കതിനെ ഓൺ ടു എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ റേഞ്ചും കോഡൊമെയിനും ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓൺ ടു അല്ല. ഓക്കെ, 1 അല്ലാത്ത ഫംഗ്ഷൻസുകൾ വിളിക്കുന്ന പേരാണ് മെനി 1 ആൻഡ് ഓൺ ടു അല്ലാത്ത ഫംഗ്ഷൻസുകൾ വിളിക്കുന്ന പേരാണ് ഇൻ ടു. നമുക്ക് 1 ഓൺ ടു ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, വേറെ ആരും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് റെഡി ആവും. ഓക്കെ, നോക്കിക്കോ. എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ നോക്കുക, വേറെ വേറെ ആൾക്കാരെ എടുത്തിട്ട് ഒരേ ആൻസർ നമുക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. യെസ് വി ക്യാൻ, നമുക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ എങ്ങനെ എഴുതുക? തെറ്റിക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ വേണം എഴുതാൻ. നോക്കിക്കോ, x1 ആയിട്ട് ഞാൻ 4 എടുക്കുന്നു, 4 വേണ്ട. x1 ആയിട്ട് ഞാൻ 3 എടുക്കുന്നു, x2 ആയിട്ട് ഞാൻ -3 എടുക്കുന്നു. ഓക്കെ, x1 ആയിട്ട് 3ഉം x2 ആയിട്ട് -3ഉം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് 3. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് 3. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? 3 സ്ക്വയർ. എത്ര 3 സ്ക്വയർ? 9. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എഫ് ഓഫ് x2? എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് -3. എഫ് ഓഫ് -3 എന്ന് പറഞ്ഞാൽ -3 സ്ക്വയർ. അപ്പോഴും കിട്ടും 9. അപ്പൊ കണ്ടോ, വേറെ വേറെ ആൾക്കാരെ എടുത്തിട്ട് ഒരേ ഉത്തരത്തിൽ എത്തിച്ചു, ഒരേ ആൻസറിൽ എത്തിച്ചു. അപ്പൊ നമ്മൾ പറയും ഹിയർ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ബട്ട് x1 നോട്ട് ഈക്വൽ ടു x2, therefore നോട്ട് 1 ഇയാള് 1 അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഓൺ ടു നോക്കണം. ഓൺ ടു നോക്കാം. ഓൺ ടു എന്ന് പറയുമ്പോൾ നോക്കിക്കോ, ആദ്യം കോഡൊമെയിൻ എഴുതാം. കോഡൊമെയിൻ ആരാ മക്കളെ? കോഡൊമെയിൻ. ഓക്കെ, കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ ഡെഫിനിഷനിലെ രണ്ടാമത്തെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമെയിൻ.
ഫംഗ്ഷന്റെ ഡെഫിനിഷനിലെ രണ്ടാമത്തെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമെയിൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോഡൊമെയിൻ ഈക്വൽ ടു ആർ. കോഡൊമെയിൻ ഈക്വൽ ടു ആർ. ഇനി റേഞ്ച് എടുക്കണം. റേഞ്ച് ഓക്കെ. ഇനി ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം, ഒരു എളുപ്പത്തിന് ട്രിക്ക് പറഞ്ഞുതരാം. ബേസ്ഡ് ഓൺ റിയൽ നമ്പർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബേസ്ഡ് ഓൺ റിയൽ നമ്പർ ആരെ സ്ക്വയർ ചെയ്താലും 0 ഓർ മോർ ആയിരിക്കും. ഓക്കെ, ബേസ്ഡ് ഓൺ റിയൽ നമ്പർ ആരെ സ്ക്വയർ ചെയ്താലും, എന്തിനെ സ്ക്വയർ ചെയ്താലും 0 ഓർ മോർ ആയിരിക്കും. അപ്പോൾ എക്സിനെ സ്ക്വയർ ചെയ്താൽ 0 ഓർ മോർ ആയിരിക്കും. സോ 0 ഓർ മോർ, 0 to ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെ റേഞ്ച് ഈക്വൽ ടു കോഡൊമെയിൻ ആണോ? നമ്മൾ പറയും അല്ല. അപ്പൊ നമ്മൾ പറയും ഹിയർ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ, therefore നോട്ട് ഓൺ ടു. ഇയാൾ ഓൺ ടു അല്ല. ഓക്കെ എന്ന് വിചാരിക്കുന്നു. പ്രശ്നമില്ലല്ലോ. ഹാപ്പി? വി ആർ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് എക്സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ ദ സെയിം എക്സ് സ്ക്വയർ നമ്മൾ n to n കൊണ്ടുവന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തെറ്റിക്കാൻ പറ്റുമോ? വേറെ വേറെ ആൾക്കാരുടെ അടുത്ത് തെറ്റിക്കാൻ പറ്റുമോ? നമ്മൾ പറയും പറ്റൂല. കാരണം ഇവിടെ 3 എടുത്തിട്ട് 9 കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ -3 എടുത്താലേ 9 കിട്ടുള്ളൂ. വേറെ ആരെടുത്താലും 9 കിട്ടൂല. പക്ഷെ ഈ കേസിൽ നമുക്ക് -3 എടുക്കാൻ കഴിയുമോ? കഴിയത്തുമില്ല. ബിക്കോസ് വി ആർ ഡീലിംഗ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ 3 എടുത്തിട്ട് 9 കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ 3 തന്നെ എടുത്താലേ 9 കിട്ടുള്ളൂ. വേറെ നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇത് നമുക്ക് തെറ്റിക്കാൻ കഴിയില്ല. തെറ്റിക്കാൻ കഴിയില്ലെങ്കിൽ അത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ എങ്ങനെ എഴുതുക? അപ്പൊ ഈ മോഡൽ നിങ്ങൾ അപ്ലൈ ചെയ്തേണ്ടത് തെറ്റിക്കാൻ കഴിയുമ്പോൾ. ഇപ്പൊ എഴുതാൻ പോകുന്ന മോഡൽ നിങ്ങൾ അപ്ലൈ ചെയ്തേണ്ടത് തെറ്റിക്കാൻ കഴിയാത്തപ്പോൾ. ഓക്കെ, നോക്കിക്കോ. ലെറ്റ് തുടക്കം തന്നെ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എഴുതുക. എന്നിട്ട് എഫ് ഓഫ് x1 എന്താന്ന് എഴുതുക. എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എഫ് എന്ന ഫംഗ്ഷനിലേക്ക് x1 അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? x1 സ്ക്വയർ. എഫ് ഓഫ് x2 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? x2 സ്ക്വയർ. ഇനി ഒരു ഭാഗത്ത് നിന്ന് സ്ക്വയർ കളയാൻ മറ്റേ ഭാഗത്ത് റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ x1 ഈക്വൽ ടു റൂട്ട് x2 സ്ക്വയർ. റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ അടിച്ച് പിരിയും. അങ്ങനെയാണെങ്കിൽ x1 ഈക്വൽ ടു x2. വി ഗോട്ട് x1 ഈക്വൽ ടു x2. അപ്പോൾ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നെടുത്ത് അത് സിംപ്ലിഫൈ ചെയ്തിട്ട് x1 ഈക്വൽ ടു x1 കിട്ടണം. അപ്പോൾ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും എഫ് ഓഫ് x1 എഴുതി, എഫ് ഓഫ് x2 എഴുതി, അത് സിംപ്ലിഫൈ ചെയ്ത് പോകുമ്പോൾ x1 ഈക്വൽ ടു x2 എന്ന് കൃത്യമായിട്ട് കിട്ടിയാൽ, വേറെ എന്ത് കിട്ടിയാലും അത് 1 1 അല്ല. x1 ഈക്വൽ ടു x2 എന്ന് കിട്ടിയാൽ അതെന്താണ്? 1 1 ആണ്. അപ്പൊ ഇത് കിട്ടി, അതുകൊണ്ട് 1 1 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ കേസും നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അപ്പോഴും x1 ഈക്വൽ ടു x2 കിട്ടൂലേ? അപ്പൊ ഇയാൾ 1 1 ആണെന്ന് പറയേണ്ടി വരൂലേ? അപ്പൊ ഞാൻ പറയും അല്ല. കാരണം റൂട്ട് എടുക്കുന്ന സമയത്ത് ബേസ്ഡ് ഓൺ നാച്ചുറൽ നമ്പർ പ്ലസ് ഓർ മൈനസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബേസ്ഡ് ഓൺ റിയൽ നമ്പർ എന്ത് കൊടുക്കണം? പ്ലസ് ഓർ മൈനസ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് x1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2 എന്നായിരിക്കും. ഏത് കേസിൽ? നേരത്തെ റിയൽ നമ്പറിന്റെ കേസിൽ. അപ്പൊ x1 ഈക്വൽ ടു x2 എന്നാണോ കിട്ടിയത്? അല്ല, ഒരു വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം വന്നാലും അത് 1 1 അല്ല. അപ്പൊ x1 ഈക്വൽ ടു x2 കിട്ടിയാൽ മാത്രമേ അത് എന്താവുള്ളൂ? 1 1 ആവുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ തെറ്റിച്ച് കാണിച്ചു കൊടുത്തത്. ഇത് നമ്മൾ ശരിയാക്കി കാണിച്ചു കൊടുത്തത്. ഇനി നമുക്ക് റേഞ്ച് കോഡൊമെയിൻ അല്ല, കഴിഞ്ഞില്ല. therefore 1 1. അതുകൊണ്ട് ഇയാൾ എന്താണ്? 1 1 ആണ്. ഇനി ഇതിന്റെ കോഡൊമെയിൻ നമ്മൾ ഇനി വളരെ ഈസി ടാസ്ക് ആണ്. ദ സെക്കൻഡ് സെറ്റ് n. അപ്പൊ റേഞ്ച് ഇവിടെ 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി ആണോ? അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബേസ്ഡ് ഓൺ റിയൽ നമ്പർ. ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബേസ്ഡ് ഓൺ റിയൽ നമ്പർ എന്ത് സ്ക്വയർ ചെയ്താലും 0 ഓർ മോർ ആയിരിക്കും. എന്നാൽ ഇൻറ്റീജറിലോ നാച്ചുറൽ നമ്പറിലോ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എക്സിന് ഓരോന്ന് ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് കിട്ടുന്ന എടുക്കണം. റിയൽ നമ്പറിലാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പറയാൻ പറ്റുള്ളൂ. നാച്ചുറലിൽ എടുക്കുക, കൊടുക്കുക, കിട്ടുന്നത് നോക്കുക. അപ്പം നാച്ചുറൽ നമ്പറിൽ നിന്ന് 1 എടുത്തു, എക്സ് സ്ക്വയറിൽ കൊടുത്തു, 1 എന്ന് കിട്ടി. 2 എടുത്തു കൊടുത്തു, 4 കിട്ടി. 3 എടുത്തു കൊടുത്തു, 9 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഞ്ച് 1 4 9 16 കുത്ത്. അപ്പോഴും സംഭവം ഈക്വൽ അല്ല.
അപ്പോൾ കൺക്ലൂഷൻ സെയിം ആണ്, ബട്ട് റീസണിൽ ചെറിയ വ്യത്യാസമുണ്ട്. ബിക്കോസ് റേഞ്ച് ഈസ് നോട്ട് 0 or more, റേഞ്ച് ഈസ് ജസ്റ്റ് 1, 4, 9, 16 etc. അപ്പം നമ്മൾ പറയും കോഡൊമെയിൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്, ദെർഫോർ നോട്ട് ഓൺ ടു. അപ്പോൾ ഇയാൾ 1, 1 ആണ്, പക്ഷേ ഇദ്ദേഹം ഓൺ ടു അല്ല. റെഡി? നൗ നെക്സ്റ്റ് അടുത്തത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് റിയൽ നമ്പർ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x - 3/2. ഇതിനെ വേറെ വേറെ ആൾക്കാരെ എടുത്തിട്ട് തെറ്റിക്കാൻ പറ്റുമോ നോക്കണം. ഓക്കെ, ഇത് റിയൽ നമ്പറിലായിരുന്നു, വേറെ വേറെ ആൾക്കാരെ എടുത്തിട്ട് തെറ്റിക്കാൻ പറ്റി. അതേപോലെ ഇത് വേറെ വേറെ ആൾക്കാരെ എടുത്ത് തെറ്റിക്കാൻ പറ്റും നോക്കണം. ഇനി മക്കളെ മനസ്സിലാക്കിക്കോ, ഒരു ടിപ്പ് പറഞ്ഞുതരാം, ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ആ ടിപ്പ് ഇങ്ങനെയാണ്: ബേസ്ഡ് ഓൺ റിയൽ നമ്പർ. ഓക്കെ, ബി വെരി കെയർഫുൾ. ബേസ്ഡ് ഓൺ റിയൽ നമ്പർ, ബേസ്ഡ് ഓൺ റിയൽ നമ്പർ ഡിനോമിനേറ്ററിലേക്ക് എക്സ് പോയിട്ടില്ലെങ്കിൽ, ഓക്കെ, ബേസ്ഡ് ഓൺ റിയൽ നമ്പർ ഡിനോമിനേറ്ററിലേക്ക് എക്സ് പോയിട്ടില്ലെങ്കിൽ, ഓക്കെ, ബേസ്ഡ് ഓൺ റിയൽ നമ്പർ ഡിനോമിനേറ്ററിലേക്ക് എക്സ് പോയിട്ടില്ലെങ്കിൽ നമുക്കതിനെ പോളിനോമിയൽ ഫോർമാറ്റ് എന്ന് പറയാം. ഓക്കെ, അതിനെ നമുക്ക് പോളിനോമിയൽ ഫോർമാറ്റ് എന്ന് പറയാം. പോളിനോമിയൽ ഫോർമാറ്റിൽ നിൽക്കുമ്പോൾ എക്സിന്റെ പവർ 1 ആണെങ്കിൽ, പോളിനോമിയൽ ഫോർമാറ്റിൽ എക്സിന്റെ പവർ 1 ആണെങ്കിൽ റേഞ്ച് എപ്പോഴും, നമ്മൾ 1, 1 പറഞ്ഞില്ലല്ലോ അല്ലേ, ഓക്കെ, നമുക്ക് ആദ്യം ഓൺ ടു പറയാം. ഞാൻ അറിയാതെ ഓൺ ടുയിലേക്ക് കയറിപ്പോയി. ഓക്കെ, ഒന്നുകൂടി പറയാം. ബേസ്ഡ് ഓൺ റിയൽ നമ്പർ, ബേസ്ഡ് ഓൺ റിയൽ നമ്പർ ഡിനോമിനേറ്ററിൽ എക്സിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ, ബേസ്ഡ് ഓൺ റിയൽ നമ്പർ ഡിനോമിനേറ്ററിൽ എക്സിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ നമുക്കതിനെ പോളിനോമിയൽ ഫോർമാറ്റ് എന്ന് പറയാം. അത് പോളിനോമിയൽ ഫോം ആണ്. ഈ ഏരിയ ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷനിൽ പവർ 1 ആണെങ്കിൽ, പോളിനോമിയൽ ഫോർമാറ്റിൽ പവർ 1 ആണെങ്കിൽ റേഞ്ച് ഈസ് ഓൾവേസ് റിയൽ നമ്പർ, റേഞ്ച് ഈസ് ഓൾവേസ് റിയൽ നമ്പർ. കൺഫേം ആണ്. ഓക്കെ, പോളിനോമിയൽ ഫോമിൽ നിൽക്കുന്ന ഏതൊരാളുടെയും റേഞ്ച് റിയൽ നമ്പർ ആയിരിക്കും ഇഫ് ഡിഗ്രി ഈക്വൽ ടു 1, ഹയസ്റ്റ് പവർ ഈസ് 1. ഞാൻ ഹയസ്റ്റ് എന്ന് പറയാൻ വിട്ടുപോയി തോന്നുന്നു. ഹയസ്റ്റ് പവർ ഈസ് 1. അപ്പൊ ഇവിടെ എക്സ് എന്നേ ഉള്ളൂ, ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ഈസ് 1. അങ്ങനെയാണെങ്കിൽ റേഞ്ച് ഈസ് ആർ. അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കിക്കോ, ഇതിന്റെ കോഡൊമെയിൻ നോക്കിക്കേ, കോഡൊമെയിൻ ഈസ് ഓൾസോ ആർ. അപ്പൊ നമ്മൾ പറയും ദെർഫോർ ഓൺ ടു. ഇയാൾ എന്താണ്? ഓൺ ടു ആണ്. ഞാൻ 1, 1 പറഞ്ഞപ്പോൾ നേരെ അറിയാതെ ഓൺ ടുയിലേക്ക് കയറി പോയത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 1, 1 ചെക്ക് ചെയ്യാം. 1, 1 ചെക്ക് ചെയ്യാം. ഓക്കെ, 1, 1 പറയാം. പോളിനോമിയൽ ഫോർമാറ്റ് ആണെങ്കിലും അല്ലെങ്കിലും, അതായത് ഡിനോമിനേറ്ററിൽ എക്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഡിനോമിനേറ്ററിൽ എക്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പവർ 1-ലാണെങ്കിൽ, എക്സിന്റെ ഹയസ്റ്റ് പവർ 1-ലാണെങ്കിൽ, എക്സിന്റെ ഹയസ്റ്റ് പവർ 1-ലാണെങ്കിൽ 1, 1 തെറ്റിക്കാൻ കഴിയില്ല. നിങ്ങൾ എക്സാമ്പിൾ തപ്പണ്ട, കിട്ടൂല. ഓക്കെ, എക്സിന്റെ പവർ 1 ആണെങ്കിൽ നിങ്ങൾ ബേസ്ഡ് ഓൺ റിയൽ നമ്പർ ആണെങ്കിൽ, അതും ശ്രദ്ധിക്കണേ, ബേസ്ഡ് ഓൺ റിയൽ നമ്പർ എക്സിന്റെ പവർ 1 ആണെങ്കിൽ, അത് പിന്നെ താഴെ എക്സ് ഉണ്ടായിക്കോട്ടെ മേലെ എക്സ് ഉണ്ടായിക്കോട്ടെ, പോളിനോമിയൽ ഫോമിൽ ആവാതിരിക്കുക എന്ത് വേണമെങ്കിലായിക്കോട്ടെ, ബേസ്ഡ് ഓൺ റിയൽ നമ്പർ എക്സിന്റെ പവർ 1 ആണെങ്കിൽ 1, 1 തെറ്റിക്കാൻ കഴിയില്ല. നേരെ പ്രൂഫിലേക്ക് കയറിക്കൊള്ളണം. അതായത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. ഓക്കെ, നേരത്തെ ഞാൻ റേഞ്ച് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ എക്സ് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് പറഞ്ഞിട്ടില്ല. ഡിനോമിനേറ്ററിൽ എക്സ് വന്നാലും വന്നില്ലെങ്കിലും, ഓക്കെ, ഹയസ്റ്റ് പവർ 1 ആണെങ്കിൽ, ഹയസ്റ്റ് പവർ 1 ആണെങ്കിൽ, ഡിഗ്രി 1 ആണെങ്കിൽ അത് 1, 1 തെറ്റിക്കാൻ കഴിയില്ല. നേരെ പ്രൂഫിലേക്ക് കയറിക്കോളാം. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. അപ്പൊ എങ്ങനെ ഉണ്ടാവുക നോക്കിക്കോ. ഇറ്റ് ഈസ് 5x1 - 3/2 ഈക്വൽ ടു 5x2 - 3/2. ആൻഡ് വെരി സിംപ്ലി ഇവിടെ ഈ 2ഉം 2ഉം കട്ടായി പോകും. സോ ബാക്കി കിട്ടുക 5x1 - 3 ഈക്വൽ ടു 5x2 - 3. വീണ്ടും -3 -3 കട്ടായി പോകും. സോ 5x1 ഈക്വൽ ടു 5x2. അഗെയിൻ 5 കട്ടായി പോകും. x1 ഈക്വൽ ടു x2. നിങ്ങൾക്ക് എക്സിന്റെ പവർ 1 ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ x1 ഈക്വൽ ടു x2 എത്തിക്കാൻ കഴിയും. ദെർഫോർ 1, 1. ഇയാൾ 1, 1 ആണ്. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ മക്കളെ? ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ രണ്ടും നമുക്ക് ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 1, 1 കേസ് പറഞ്ഞ് ശ്രദ്ധിക്കുക. എക്സിന്റെ പവർ 1 ആണെങ്കിൽ തെറ്റിക്കാൻ കഴിയൂല. നിങ്ങൾ വെറുതെ എക്സാമ്പിൾ തപ്പിട്ട് മെനക്കടണ്ട. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ, ബേസ്ഡ് ഓൺ റിയൽ നമ്പർ എക്സിന്റെ പവർ 2 ആണ്. സോ തെറ്റിക്കാൻ പറ്റി. ഇവിടെ എക്സിന്റെ പവർ 1 ആണ്. സോ തെറ്റിക്കാൻ കഴിയില്ല. ഇനി റേഞ്ച് കാണാൻ ഞാൻ ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെ എക്സിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ, പവർ 1 ആണെങ്കിൽ റേഞ്ച് ഈസ് ഓൾവേസ് ആർ. ഇനി ഇവിടെ നോക്കിക്കോ,
ഹിയർ ഇവിടെ എക്സിന്റെ പവർ 1 ആണോ? ഇത് ബേസ്ഡ് ഓൺ റിയൽ നമ്പർ ആണ്. പക്ഷെ എക്സിന്റെ പവർ 1 ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ എക്സിനെ ഉള്ളുവെങ്കിലും എക്സിന്റെ പവർ എന്തല്ല, 1 അല്ല. ബിക്കോസ് അവിടെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ സ്ക്വയർ എക്സിന് കിട്ടാനുള്ള സ്ക്വയർ ആണ്. a മൈനസ് ബി ഹോൾ സ്ക്വയറിൽ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ തുടക്കം തന്നെ എക്സ് സ്ക്വയർ എന്നായിരിക്കും, ബാക്കി എന്തൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഈ എക്സ്പ്രഷനിൽ എക്സിന്റെ ഹയസ്റ്റ് പവർ 1 അല്ല. എക്സിന്റെ ഹയസ്റ്റ് പവർ വരാൻ പോകുന്നത് 2ലാണ്. എക്സിന്റെ ഹയസ്റ്റ് പവർ വരാൻ പോകുന്നത് 2ലാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും തെറ്റിക്കാൻ കഴിയും. ഉറപ്പായും തെറ്റിക്കാൻ കഴിയും, കൺഫേം ആണ്. ഈ കേസ് നമുക്ക് 1 തെറ്റിക്കാൻ കഴിയും. അപ്പൊ 1 തെറ്റിക്കണമെങ്കിൽ വേറെ വേറെ ആൾക്കാരെ എടുത്തിട്ട് ഒരേ ഉത്തരം കിട്ടണം. സോ നമുക്ക് എന്ത് ചെയ്യാം, x1 ഈക്വൽ ടു ഈ x1 ആരാവണം എന്നുള്ളത് റാൻഡം ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം, ആരെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ അതിന് കണക്കായി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന x2 നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി കണ്ടുപിടിക്കണം. സോ റാൻഡം ആയിട്ട് നമുക്ക് നമ്പർ എടുക്കാം. ഐ ചൂസ് 5. ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഞാൻ ചുമ്മാ 5 എടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ x2 ആരാണെന്ന് നമുക്ക് x1 ചെയ്തിട്ട് തീരുമാനിക്കാം. അപ്പോൾ എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് 5 equal to 5 minus 2 square plus 3. ഓക്കെ, 5 minus 2 3. അപ്പോൾ 3 square plus 3. 3 square is 9 plus 3 12. നമുക്ക് 12 കിട്ടി. ഇനി നമുക്ക് എഫ് ഓഫ് x2 വേണം. അപ്പോൾ എഫ് ഓഫ് ഒരാളെ തീരുമാനിക്കണം. അപ്പോൾ നേരെ ബാക്കോട്ട് നോക്കി നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ 12 എന്തുകൊണ്ടാണ് വന്നത്? 3 square 9 plus 3 ആയതുകൊണ്ടാണ്. അപ്പോൾ 3 square 9 ആകും, മൈനസ് 3 സ്ക്വയറും 9 ആകും. അപ്പൊ ഇവിടെ -3 വന്നാലും പോരെ, മതി. അപ്പൊ ഇവിടെ -3 വന്നാലും പോരെ, മതി. അപ്പൊ ഇവിടെ 5 - 2 ചെയ്തു, 3 വന്നു, അപ്പൊ 12 കിട്ടി. ഇവിടെ 5 - 2ന് പകരം ഈ 5ന് പകരം നമ്മൾ വേറെ നമ്പർ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരണം, -3 വരണം. അപ്പൊ അതിന് എന്ത് കൊടുത്താൽ മതി, -1 കൊടുത്താൽ മതി. അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ x2 ഈക്വൽ ടു -1. അപ്പൊ എഫ് ഓഫ് x2 ഈക്വൽ ടു എഫ് ഓഫ് -1. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, -1 - 2 സ്ക്വയർ പ്ലസ് 3. ഈ -1 - 2 എത്രയാ, -3. അപ്പൊ -3 സ്ക്വയർ പ്ലസ് 3 എത്ര, -3 സ്ക്വയർ 9. 9 പ്ലസ് 3 എത്ര, 12. തീരുമാനമായി, 1 തെറ്റി. ഓക്കെ, അപ്പൊ എക്സിന്റെ പവർ 2 ആണെങ്കിൽ ബേസ്ഡ് ഓൺ റിയൽ നമ്പർ തെറ്റിക്കാൻ കഴിയും. എക്സിന്റെ പവർ 1 ആണെങ്കിൽ ബേസ്ഡ് ഓൺ റിയൽ നമ്പർ തെറ്റിക്കാൻ കഴിയില്ല. സോ വെറുതെ മെനക്കെടണ്ട, നേരെ പ്രൂഫ് തുടങ്ങുക. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇവിടെ നമ്മൾ പറയും ഹിയർ f of x1 equal to f of x2 but x1 not equal to x2, therefore not 1. ഇതിന്റെ കോഡൊമൈൻ റേഞ്ച് നോക്കണം. അപ്പൊ ഇതിന്റെ കോഡൊമൈൻ നോക്കിക്കോ. ഇതിന്റെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ റേഞ്ച് ആരാ നോക്ക്, റേഞ്ച് ആരാ നോക്കണം. റേഞ്ച് നേരത്തെ ഞാൻ പറഞ്ഞ ടിപ്പ് ആലോചിക്കണം. ആരെ സ്ക്വയർ ചെയ്താലും 0 or more ആയിരിക്കും. ബേസ്ഡ് ഓൺ റിയൽ നമ്പർ ആരെ സ്ക്വയർ ചെയ്താലും 0 or more ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദാ x-2 സ്ക്വയർ ചെയ്താലും ആരെ സ്ക്വയർ ചെയ്താലും 0 or more ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ x-2നെ സ്ക്വയർ ചെയ്താൽ 0 or more ആയിരിക്കും. ഓക്കെ, അപ്പൊ x-2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 or more. അപ്പൊ x-2 സ്ക്വയർ പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 or more പ്ലസ് 3. 0 or moreന്റെ കൂടെ 3 കൂട്ടിയാൽ അത് 3 or more ആകും, അത്രേ ഉള്ളൂ. അപ്പം ദ റേഞ്ച് ഈസ് 3 or more. അപ്പൊ നമ്മൾ പറയും കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്, therefore not on 2. മക്കളെ മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആണോ, പ്രശ്നമുണ്ടോ എന്ന് പറയണേ. ഓക്കെ, സോ ഇതാണ് 1-1ന്റെയും 1-2ന്റെയും ഒരു ബേസിക് വർക്കിങ്ങും കുറച്ച് എക്സാമ്പിൾസും. ഓക്കെ, ഇതുകൊണ്ട് മാത്രം ഒന്നും ആവില്ല എന്ന് എനിക്കറിയാം, ബട്ട് ഈ ലോജിക്ക് മനസ്സിലാക്കുക ആൻഡ് മാക്സിമം ക്വസ്റ്റ്യൻസ് എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ആണോ? ടാറ്റാ.